അങ്ങനെ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഫൈനലി ഞാൻ വണ്ടി വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ ഇവിടെ കാവസാക്കി നിഞ്ച XR ഉണ്ട് കടയിൽ. കൊള്ളാം. ഇതിൻ്റെ മാനേജർ എവിടെയാണ്? ഈ കടയുടെ അല്ല, താനാണോ അവിടെ മാനേജർ? എന്തോ സംശയം. എൻ്റെ ഈ പാൻറ്റും ടൈയും ഒക്കെ കണ്ടില്ലേ? അതിപ്പോൾ സാധാരണ ആൾക്കാർ ഇട്ടുകൊണ്ട് കിടക്കുമല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവിടെ ഇത് കാവസാക്കി നിഞ്ച XR എത്ര വിലയാ? 22 ലക്ഷം. അതിപ്പോൾ കൂടിപ്പോയല്ലോ. അല്ല, അത് ഓഫറാ. എന്തിനാണ് പൈസ ഇല്ല, എനിക്കവിടെ വാങ്ങിക്കണമെന്നുണ്ട്. ഒന്നൊരു കാഞ്ചി അതിനെ പറ്റി കാര്യം തരാം. അതായത് പല സ്ഥലങ്ങളിലുള്ള വണ്ടി എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മില്യൺസ് ഒക്കെ തരാം. ആ വണ്ടികൾ എനിക്കൊന്ന് വിൽക്കണം. മില്യൺസോ? അതെ. എന്നാ കേട്ടിട്ടില്ലേ? അതാ കേട്ടിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്കത് കിട്ടും. അതിന് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആദ്യത്തെ വണ്ടിയുള്ള സ്ഥലത്ത്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനുണ്ടെന്ന്. പറഞ്ഞില്ലേ നീ പൊക്കോ. അതെ ഞാനുണ്ട്. ഓക്കെ ഫൈൻ. ഇതാണ് സ്ഥലം. അതെ. ഇനി നിന്റെ വഴി നീ തന്നെ കണ്ടുപിടിക്കുക. അത് മാത്രമല്ല, അവിടെ ഒരു ചിമ്പാൻസി ഉണ്ട്, ഒരു വലിയ മുറിയില്ല. അത് നിന്നെ ആക്രമിക്കും. അവനെ വളർത്തിയേക്കുന്നതാണ്. അവളുടെ വണ്ടി ആരോട് കൊണ്ടുപോകാതിരിക്കാൻ. അതൊക്കെ സീനില്ല. അതാ കേട്ടോ ആ പറഞ്ഞ ഗൊറിയിലാന്ന് തോന്നുന്നത്. ഇവിടോ ഇച്ചിരി വലുതാണല്ലോ. അവനിക്കോട്ടോ എനിക്കോ ഇവിടെ ഐഡിയ. ഓക്കെ, അവൻ അവിടെ ഉണ്ട്. അവൻ അതിലേ പോയി തോന്നുന്നു കേട്ടോ. ഗൊറിയില തോന്നുന്നു വെപ്പൺ യൂസ് ചെയ്ത്. അയ്യോ ഓടിക്കോ, ചുമ്മാ പറഞ്ഞാണേ. അയ്യോ ഭാഗ്യം കേട്ടോ, ഞാനവിടെ തെന്നി വീണുകൊണ്ട് അവനെ കണ്ടുപോലുമില്ല മണ്ടൻ. അയ്യോ എന്നെ കൊല്ലല്ലേ. ഓടിക്കോടാ, പിന്നാലെ ഉണ്ടടാ. ഇതാണോ വണ്ടി? അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതാണോ വണ്ടി? റോൾസ് റോയ്സ് ഗോൾഡ്. ഇത് സീൻ. അവൻ കാണാതെ ഇതിലെ കൂടെ ജസ്റ്റ് മിസ് കേട്ടോ. ആദ്യം ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ഒരു വീക്ക്നെസ് മനസ്സിലായി. അതായത് എനിക്ക് അവൻ്റെ വീക്ക്നെസ് മനസ്സിലായി. അതായത് ഉണ്ടല്ലോ, അവൻ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ വീണ് ചത്ത് കിടക്കുന്ന പോലെ ആക്ട് ചെയ്താൽ അവനൊന്നും ചെയ്യത്തില്ല. ഓക്കെ, അതുപോലെ ഞാൻ ചെയ്തു. നമുക്കെന്തായാലും ഈ വണ്ടി എടുത്ത് പയ്യെ നമുക്കതിൽ പോകാം. അവനങ്ങ് അവിടെയാണ്. അതെ, നമ്മൾ കാണാത്ത രീതിയിൽ എന്തായാലും ഇരിച്ച് എന്താ പഠിക്കണേ. അപ്പോൾ വഴിയും അവിടെയാണല്ലോ. അപ്പോൾ വഴിയും അവിടെ ബെസ്റ്റ്. പിന്നെ വല്ല വഴിയുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കി. ഈ വണ്ടിക്ക് ചാടാനുള്ള എവിടേക്ക് ഉണ്ട്. ഓക്കെ ചാടാൻ പറ്റും. നേരെ പോയിട്ട് ഒറ്റ ചാടാം. പറ്റില്ല കേട്ടോ, എനിക്ക് അത്ര ഉയരത്തിലൊന്നും ചാടാൻ പറ്റില്ല. അതിലേ ഒരു വഴി ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ആ മാനേജർ. ഒത്തിരി ലൊക്കേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് എനിക്ക്. ഒത്തിരി ഒരു വഴിയുണ്ട്. കണ്ടില്ല. ഓക്കെ ചേട്ടാ, ആദ്യത്തെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നല്ലോണം ചെയ്യുന്നു. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ സ്ഥലത്തിലോട്ട് പൊക്കോ. ഓക്കെ കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ വില എത്ര വരുന്നത്? ഈ വണ്ടിക്ക് ഒരു 12 കോടി ഞാൻ തരാം. ഓക്കെ, അത് മതി. അത്ര മതി നമുക്കൊക്കെ. 12 കോടിക്ക് ബൈക്കല്ലേ, ഒരു വീട് തരാൻ വൈകിട്ടില്ലേ? ഇല്ലല്ല ഓടോ പണിയാ അങ്ങോട്ടോ. അതായത് അടുത്തത് ഈ ബിൽഡിങ്ങിൻ്റെ മേളിലാണ്. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ മേളിലാണ്. ഇപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ടവറിൻ്റെ മേളിലാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ്. അപ്പോൾ അതിന് നമുക്ക് ജെറ്റ് പാക്സ് എടുക്കാം ഗൈസ്. ഓക്കെ, ഈ ജെറ്റ് പാക്ക് എടുക്കാം. ഓക്കെ ഈ ഒരു ബിൽഡിങ്. ഇവിടെ ഇതിന് മുമ്പ് ആരാ വന്നിട്ടുണ്ട് കേട്ടോ. ലംബോർഗിനി ആണോ എടുക്കട്ടെ? അത് സെറ്റ് വണ്ടി കേട്ടോ. എനിക്ക് ആ ലംബോർഗിനി ഇഷ്ടപ്പെട്ട്. എനിക്ക് തോന്നേ ഇവിടെ ആരും ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു ജെറ്റ് പാക്ക് കിടപ്പുണ്ട്. പൊങ്ങി കണ്ടോ, ഇതാണ് വണ്ടി. ഓക്കെ, ഇതെങ്ങനെ താഴോട്ട് ഇറക്കും? ഇവരെങ്ങനെ വണ്ടി ഇതിൻ്റെ മേളിലോട്ട് കയറ്റി? എനിക്കൊന്ന് താഴോട്ട് ചാടണമെന്ന് തോന്നി. എനിക്കത് പാല് വന്നിട്ട് ഒരു ആട്ടം ചാടിയാൽ മതി. 3, 2, 1 go.
ലാൻഡായി, പക്ഷേ അത് പുള്ളി പറഞ്ഞല്ലേ നമ്മളോട്, അതായത് പുള്ളിയെല്ലാം മോഡിഫൈ എടുത്തിട്ട് നമുക്ക് പൈസ തരാതൊക്കെ. അത് പിന്നെ കുഴപ്പമില്ല കേട്ടോ, പുള്ളി മോഡിഫൈ ചെയ്യും. പിന്നെ വണ്ടി എത്തിയിട്ടുണ്ട് ഗൈസ്, പക്ഷേ കണ്ടാൽ പുള്ളി സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ സാറേ, അടുത്ത വണ്ടി കൊണ്ടുവന്നു, പക്ഷേ അത് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പറ്റി. ഒന്നും കുഴപ്പമില്ലല്ലോ, ഞാൻ മോഡിഫൈ ചെയ്തെടുത്തോളാം, അതിന് പൈസയൊക്കെ നിനക്ക് വരാം. എന്തായാലും നീ വണ്ടി കൊണ്ടുവന്നല്ലോ, അത് മതി. അതായത് ആ വണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ് വെച്ചത്. അപ്പോൾ നമ്മളത് ചാടി ഒറ്റ ചാട്ടം, അത്രേ ഉള്ളൂ. അതെങ്ങനെ വെച്ചാൽ അറിയത്തില്ല, ഒരു ഇതും ഇല്ലാതെ മേളിൽ വെച്ച് കേട്ടോ. ബുദ്ധിയുള്ളവരങ്ങനെയൊക്കെ ചെയ്ത് നിനക്ക് കാണാതില്ലല്ലോ. ചുമ്മാ അങ്ങനെ പറയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിനെത്രയാ? ഒരു വണ്ടിക്ക് ഞാനൊരു 300 ലക്ഷം വെക്കാം. ഓ നൈസ് ട്രെയിൻ. ഓക്കെ, അടുത്ത വണ്ടി പോയി എടുക്ക്. ഓക്കെ അടുത്ത വണ്ടി. അതായത് അടുത്ത വണ്ടിക്ക് വേണ്ടി നമ്മൾ അതിലേ ഇങ്ങനെ പോയി കറങ്ങണം കേസ്. അത് പാർക്കോർ മാസ്റ്റേഴ്സിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ സ്കൂട്ടർ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ സ്കൂട്ടർ കൊണ്ട് ചെയ്യാം. ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് 1 2 3. ഓക്കെ, ഇത് ലാസ്റ്റത്തെ വണ്ടിയാണ്. ഇത് നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കാം ഗൈസ്. അതായത് നമുക്ക് ഇതിലേ പോവാം. ഓക്കെ, അവിടെ ഇച്ചിരി സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി പുറകോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നത് ഇതെങ്ങനെയാണ്. എങ്ങാനും ചെറിയൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ പോലും നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ഇത്രയത് ഒറ്റച്ചാട്ടം അവിടെ എത്തിയടേ. ഇവിടെ വണ്ടി അതാണ് കേട്ടോ, വണ്ടി സീനാണ്. ഒരു വെള്ള കളറാണ്, ലംബോർഗിനി പോലെ. ഓക്കെ, ഈ വണ്ടിക്ക് ഇച്ചിരി പാർക്കോറൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു എങ്കിലും. ഓക്കെ, കയറാൻ വണ്ടി എന്തായാലും ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണം? ചാടണോ? ചാടാൻ ഇന്നലെ വലിയ കോട്ടൊക്കെ ആയിരുന്നല്ലോ, ഇന്നലെ പറ്റി ഒന്നും പറയണ്ട. നീ നാളെ വാ, അതെല്ലാം ഞാൻ മോഡിഫൈ ചെയ്ത് എല്ലാം കാണിക്കാം. ഓക്കെ പറഞ്ഞ പോലെയൊക്കെ ഞാൻ പേയ്മെൻ്റൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ വണ്ടി ഇപ്പോൾ കാണാൻ പറ്റുമോ? കാണാം. എൻ്റെ വണ്ടിയല്ല, ഞാൻ വിൽക്കുന്ന വണ്ടി ഞാനല്ലേ എടുത്തത്. എന്നാലും ഞാൻ കാണട്ടെ. എടാ, റോൾസ് റോയ്സ് മോഡിഫൈ ചെയ്തില്ലേ? എനിക്കൊന്ന് റോൾസ് റോയ്സിൻ്റെ ആവശ്യം ഗോൾഡൻ റോൾസ് റോയ്സ് ആണ്. ഇതിന് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ GTR എനിക്കൊന്ന് ലുക്ക് ഉണ്ടോടേ. ഓടാ സെറ്റ് കേട്ടോ. വീൽ കപ്പ് ബ്ലൂ കളർ, എന്താ കളർ എന്നാലും വൈലറ്റ് ലംബോർഗിനി ഹുറൈക്കൻ. ഓക്കെ, നൈസ് എല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന പ്രൈസ് എത്രയാണ് നിങ്ങളോട് ഞാൻ പറയട്ടെ. 15 കോടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഓക്കെ, 15 കോടി. നൈസ്. എനിക്ക് ബൈക്കല്ല, ഒരു വീട്, ഒരു കാറ്, വീടിൻ്റെ ചുറ്റും കാറ്, ഒരു വലിയ സ്വിമ്മിംഗ് പൂള്. ഇവിടെ ഈ ഒരു സിറ്റി വാങ്ങിച്ച് അവിടെ എല്ലാം ആക്കും. ഓക്കെ, ഈ ഒരു പൈസക്ക്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്നുണ്ടെങ്കിലും പോടേ, ഇതൊക്കെ ചെയ്തല്ലേ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നത് ലൈക്ക് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് 200 തൊട്ടടുത്തായിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ടാർഗറ്റ് 300 ആണ് ഗൈസ്. 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ. സോ